Comedy Super Night 2 powered by Chungat Jewelry. എന്തറിഞ്ഞു? ഇന്നിവിടെ ചേട്ടൻ തകർത്ത് അഭിനയിച്ച കിസ്മത്ത് എന്ന സിനിമയിലെ ആൾക്കാരാണ് ഗസ്റ്റ് ആയിട്ട് വരുന്നതെന്ന് എനിക്കറിയാം. മനസ്സിലായി? അതെ, ഇന്നിവിടെ കിസ്മത്ത് എന്ന സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അതിന്റെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഷെയ്ൻ നിഗം, ശ്രുതി മേനോൻ, ബിനോയ്, ആനന്ദ്, അങ്ങനെ ഒരു സീരീസ് ഓഫ് ആക്ടേഴ്സ് ആണ് ഇന്ന് വരുന്നത്. അപ്പൊ ചേട്ടൻ അതിൽ എന്താണ് ചെയ്തിരിക്കുന്നത്? ഞാൻ അതെ, കിസ്മത്ത് പൂർണ്ണമായിട്ടും പൊന്നാനി എന്ന് പറയുന്ന സ്ഥലത്ത് ചിത്രീകരിച്ച സിനിമയാണ്. അതുകൊണ്ട് തന്നെ പൊന്നാനി പോലീസ് സ്റ്റേഷനിലെ ഒരു SIയുടെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്, അജയ് സി മേനോൻ. അല്ല, എന്താ ഇത്ര ചിരിക്കുന്നത്? ഞാൻ എന്താ SI ചെയ്തെന്ന്? എന്താ ഈ രൂപം ഈ ശബ്ദമൊക്കെ വെച്ചിട്ടേ SI ആയിട്ട് കാസ്റ്റ് ചെയ്ത ഡയറക്ടറെ സമ്മതിക്കണം. ഒരു കാര്യം പറയാ സൂരജ്, നീ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓവർ ആക്കുന്നുണ്ട്. ഇനിയും വേഷം കിട്ടിയാൽ ഞാനെടുത്ത് പുറത്തേക്ക് എറിയും ഞാൻ. അല്ല, ഇതില് വേറെ ആരൊക്കെയാണ് ഉള്ളത്? ഇതില് അലൻസിയറേട്ടനുണ്ട്, അനിലേട്ടനുണ്ട്, സുനിൽ സുഗതനുണ്ട്, അങ്ങനെ ഒരുപാട് നല്ല ക്വാളിറ്റി. അല്ല, എനിക്കൊരു കാര്യം മനസ്സിലായില്ല, ഞാൻ ആ കാര്യമൊക്കെ നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ? മേജർ റോളാണല്ലോ. അതെ അതെ, ഇവിടെ ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ടല്ലോ, അവരുടെ കൂട്ടത്തിൽ ചേട്ടനൊരു ഗസ്റ്റ് ആണല്ലോ. ഞാനും ഗസ്റ്റ് ആണോ? ഒരർത്ഥത്തില് ഞാനും ഒരു ഗസ്റ്റ് ആയിട്ട് വരും. അപ്പൊ ചോദ്യങ്ങൾ ചോദിക്കാൻ ഇവിടെ ആണുങ്ങളായി പറഞ്ഞ വേറെ ആരുമില്ല, അതുകൊണ്ട് ഞാൻ നീ പിറന്നു എന്ന് പറഞ്ഞാൽ സമ്മതിക്കും, ആണായിട്ട് പിറന്നു എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. നിന്നെ ആണുങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടില്ല, നീ ആണാകാനുള്ള സമയമായിട്ടില്ല, കുറച്ചും കൂടെ പ്രായമാണ് കേട്ടോ. ഇപ്പൊ കൊച്ചു കുട്ടിയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, 29-ാം തീയതി കിസ്മത്ത് റിലീസ് ആകുന്നുണ്ട്, ഈ വെള്ളിയാഴ്ച 29-ാം തീയതി. അപ്പൊ എന്തായാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിരിക്കണം അല്ലേ? എന്നിട്ട് നീ തീരുമാനിക്കൂ, SIനെ എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റൂല്ലോ, എനിക്കത് ക്യാരി ചെയ്യാൻ പറ്റൂല്ലോ, നീ തീരുമാനിക്കൂ അല്ലേ? ഷട്ടർ, പ്രേമം എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം വിനയേട്ടൻ ഒരു പ്രധാന റോൾ കൈകാര്യം ചെയ്യുന്ന സിനിമയാണ് കിസ്മത്ത്. ഈ 29-ാം തീയതി വെള്ളിയാഴ്ച റിലീസാണ്. നിങ്ങളൊക്കെ പോയി കാണണം, ഞാനും ഉണ്ടാവും. എന്റെ ടിക്കറ്റ് ചേട്ടെടുക്കും. സൂരജിന്റെ ടിക്കറ്റ് എടുക്കാം. ഏറ്റവും അടുത്ത ദിവസം തന്നെ പോയിട്ട് കിസ്മത്ത് തിയേറ്ററിൽ അല്ലേ പോയിട്ട് കാണണം. അതെ, അപ്പൊ 29-ാം തീയതി വെള്ളിയാഴ്ച ക്ലാസ് കട്ട് ചെയ്യുന്നത് വിനയേട്ടന്റെ പേരിൽ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കിസ്മത്ത് എന്ന സിനിമയിലെ നായകനെയും നായികയെയും കോമഡി സൂപ്പർ നൈറ്റ് 2ന്റെ വേദിയിലേക്ക് ക്ഷണിക്കാം. ഷെയ്ൻ നിഗം ആൻഡ് ശ്രുതി മേനോൻ. मैं लव करदा बेमतलब करदा, बाहों में आ सोनिए बस आज रात के लिए।
വെൽക്കം ടു ദ ഷോ. താങ്ക് യു വെരി മച്ച്. ഈ ജൂലൈ 29 റിലീസാകാൻ പോകുന്ന കിസ്മത്ത് എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ 3 പേരും ഇവിടെ നിൽക്കുന്നത്. ആദ്യം തന്നെ ഈ സിനിമയിലെ നായകനെ നമുക്ക് പരിചയപ്പെടാം. കേരളത്തിലെ മിമിക്രി കലാകാരന്മാരിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഫിലിം ആക്ടർ കൂടെയാണ്. അബി, ഞങ്ങളുടെ എല്ലാവരുടെയും അബീക്കയുടെ പുത്രനാണ് ഷെയ്ൻ നിഗമാണ് ഈ സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുന്നത്. ഷെയ്ൻ ഇതിനു മുമ്പ് കമ്മട്ടിപ്പാടം, അന്നേൻ റസൂലും, നീലാകാശം ഈ 3 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം നായകനായിട്ട് അഭിനയിക്കുന്ന ആദ്യത്തെ സിനിമയാണ്. ഈ സിനിമയിലെ നായിക ശ്രുതി മേനോനാണ്. ശ്രുതി ഇതിനു മുമ്പ് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ TD ദാസൻ പോലെയുള്ള സിനിമകളിലൊക്കെ അഭിനയിച്ച ഓൾറെഡി ശ്രുതി ഫേമസ് ആണ്. ശ്രുതി ഒരു ഫേമസ് ഹോസ്റ്റാണ്. അപ്പോൾ ഞാനും ഈ സിനിമയിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇവരുടെ ഒപ്പം ഗസ്റ്റായിട്ട് വരേണ്ട ആളാണ്. ഞാൻ ഈ പരിപാടിയുടെ ഹോസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇന്നും ഹോസ്റ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ആ ഒരു വ്യത്യാസമുള്ളൂ. ലക്ഷ്യം പ്രൊമോഷൻ മാത്രമാണ്. നമ്മുടെ സുമേഷിനെ അതെ, ഒരു സംശയം. എന്താ ചോദിച്ചോളൂ, കുഴപ്പമില്ല. അല്ല, ഈ ഇതിന്റെ അർത്ഥം എന്താണെന്ന്? പേര് ഈ കിസ്മത്ത് എന്ന് പറയുന്നത്, കിസ്മത്തിന്റെ അർത്ഥം എന്താ? കിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം കിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ മത്തെന്ന് പറയുമ്പോ മറ്റൊന്ന് ഹിന്ദിയിൽ വേണ്ടെന്നാണ് അപ്പൊ കിസ് വേണ്ടെന്നാണ്. നിങ്ങൾ അറിയേണ്ട അർത്ഥം അത്ര മാത്രമേ ഉള്ളൂ. ശരിക്കും കിസ്മത്തിന്റെ അർത്ഥം ഡെസ്റ്റിനി, ഡെസ്റ്റിനി, ഫേറ്റ്. ഡെസ്റ്റിനി, ഫേറ്റ്. കിസ്മത്ത് ഒരു ഉറുദു വാക്കാണ്. ഹിന്ദിയിലും മലയാളത്തിലും ഉറുദുവിലും അതിന്റെ സെയിം അർത്ഥമാണ്. കിസ്മത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഡെസ്റ്റിനി, വിധി, നമ്മുടെ വിധി. അതാണ് കിസ്മത്ത്. ചേട്ടൻ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, മോഹനെ നീ എന്റെ വിധിയാടാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്റെ അടുത്ത് പറഞ്ഞില്ല, നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോന്ന്? ഇല്ല, ചേട്ടൻ്റെ കാര്യം എന്നോട് പറയാറില്ല. പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, നമുക്ക് ഏതായാലും കിസ്മത്തിന്റെ വിശേഷങ്ങളിലേക്ക് വരാം. ഞാൻ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ചലഞ്ച്, 2 പേരും ഭയങ്കര മിതമായി സംസാരിക്കുന്ന 2 വ്യക്തികളാണ് അല്ലേ? പക്ഷേ എന്താണ് വിശേഷങ്ങൾ കിസ്മത്തിനെ കുറിച്ചിട്ട്? എനിക്ക് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം, കിസ്മത്തിന്റെ ട്രയലർ ഇറങ്ങുകയും അത് ഭയങ്കര വൈറൽ ആകുകയും എനിക്ക് തോന്നുന്നു ഒരു 3 ലക്ഷം വ്യൂസ് കഴിഞ്ഞു. ഒരു 3-4 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരു 3 ലക്ഷം വ്യൂ കഴിഞ്ഞു. ഷെയ്ൻ എന്താണ് ആളുകളോട് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. ട്രെയിലർ അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ആൾക്കാരെ അംഗീകരിക്കുമെന്ന്. പ്രതീക്ഷ ഒരുപാടുള്ളതിനേക്കാളും നിങ്ങളൊരു ചെറിയൊരു സിനിമയാണ് ഞങ്ങളുടെ. അങ്ങനെ ഒരുപാട് ഭയങ്കര പടമാണെന്നൊന്നും വിചാരിച്ച് വരരുത്. ഞങ്ങളാൽ കഴിയുന്ന രീതിയിലൊരു നടന്ന ഇൻസിഡൻറ്റിനെ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാ പ്രേക്ഷകർക്കും കാണാൻ പറ്റുന്ന രീതിയിലുമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. അതെ. അപ്പോൾ ശ്രുതി എന്താണ് പ്രതീക്ഷകൾ? അതെ, ഒരു ട്രൂ സ്റ്റോറി. ഇത് നടന്നത് ഞങ്ങളുടെ ഡയറക്ടർ ഷാനവാസ് ബാബുക്കുട്ടി, ഷാനവാസ് സാർ ഈ ഇൻസിഡൻറ്റ് വിറ്റ്നസ് ചെയ്തതാണ്. പൊന്നാനിയിൽ നാട്ടിൽ നടന്ന ഒരു കഥയാണ്. അപ്പോൾ അതിനൊരു സിനിമ ആക്കണമെന്ന്, ഈ ഒരു കഥ പറയണം, പടം എടുക്കല്ല, ഒരു കഥ പറയണം. ഈ നടന്ന കഥ എല്ലാവരും അറിയിക്കണം. ഭയങ്കര ഇമോഷണലായ ഒരു ട്രാജിക് ലവ് സ്റ്റോറിയാണ്. ഇതെല്ലാവരും അറിയിക്കണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹവും ആ ഒരു ഐഡിയ, ആ ഒരു തോട്ട് വെച്ചിട്ട് ആണ് കഥ ഞങ്ങളെല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കിയത്. ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞങ്ങളും എല്ലാവരും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു പടം ഉണ്ടാക്കുകയല്ല, ഒരു ജാതി റീസൺ, ഒരു കാരണം വെച്ചിട്ട് ഈ 23ഉം 28 വയസ്സായ 2 യുവാക്കൾ, ഇവരുടെ കഥ എങ്ങനെയാണ്, ഇവരുടെ ലവ് എങ്ങനെയാണ്, ഇവരുടെ പ്രേമം എങ്ങനെയാണ്, ഇവരുടെ ലവ് ഗ്രോ ചെയ്തത്, പിന്നെ അത് ട്രാജിക്കായിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ കഥ നടന്നത്, അത് പറയാൻ ശ്രമിച്ചിരിക്കുകയാണ് ഞങ്ങൾ. അത്രയേ ഉള്ളൂ. ആൻഡ് ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും താങ്ക് യു വെരി മച്ച്. നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. സോ മെനി താങ്ക്സ് ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ കിസ്മത്തിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചു. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട്. ഞങ്ങളങ്ങനെ ഇപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ നമ്മുടെ കോമഡി സൂപ്പർ നൈറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ അവതരിപ്പിക്കപ്പെടുന്ന സ്കിറ്റുകളാണ്. നമുക്ക് ഗസ്റ്റ് സീറ്റിൽ പോയിരുന്നിട്ട് ഇവിടെ ഒരു സ്കിറ്റ് അവതരിപ്പിക്കപ്പെടുന്നുണ്ട്, അത് കണ്ടാലോ? കാണാം. പറഞ്ഞ 10 രീതിക്ക് പോയാ മതി. ഇവിടെ ഈ മാണ്ടമ്മ ഞാൻ കളിച്ചു വന്നിട്ട് തിന്നു. ഇന്നലെ മുതൽ പറഞ്ഞു 2-3 10 കണക്ക് ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ തിന്നിട്ട് പോയാൽ മതി. സുക്കൂരെ, ഞാൻ കളിച്ചു വന്നിട്ട് തിന്നു. സുക്കൂരെ പറഞ്ഞേ കേട്ടോ, ഈ തീരെ പറഞ്ഞ സ്വഭാവം. സുക്കൂരെ അവിടെ നിൽക്കാനാണ് പറഞ്ഞത് ഞാൻ. ഹായ് അന്നക്കോട്ട മാമേ. ഉമ്മച്ചി അന്നക്കോട്ട മാമ വന്നിക്കണേ. അന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടാണ് അണ്ണാങ്കോട്ട ഉമ്മച്ചി ഇല്ല
അവിടെ ഇടിയും വലിയും ആരായിട്ടാണ്? ആ ഷിപ്പാണാ? ഇവനെ ഓനെ ഭയങ്കര വികൃതിയാണോ ഓനെ? ഇവൻ വലുതായി പോയെന്ന് ഞാൻ അങ്ങനെ പറയണ ഇവൻ കുട്ടികള് പിന്നെ വലുതാണ്ടൊക്കെ ഷിപ്പു അങ്ങനെ തന്നെ ഉണ്ടാവുക. മോനെ അപ്പുറം പോയി കളിച്ച കിട്ടാ. ഞാൻ വെച്ചിരിക്കുന്നേ എന്താണോ പറയുന്നത്? അല്ല മോനെ അവിടെ അപ്പുറം പോയി കളിച്ചോണ്ട് മാമാന്ന്. എടാ വണ്ടിയൊക്കെ കണ്ടിട്ട് ശ്രദ്ധിച്ച് പോണോ? കളിക്കാൻ പോണ്ട, ഇങ്ങോട്ട് പോരി. ടിപ്പർ ലോറി ഒക്കെ ഉണ്ടാവും അതിന്റെ കൂടെ പോയി കളിച്ചോളണ്ടി. എന്താണ് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ ഒരാൾക്ക്. അയ്യോ എന്റെ നായായിട്ട് പിടിയും വലി കൂടാണ്ട് നായായിട്ട് പിടിയും വരും. നായി കുറച്ച് ചാട് എന്റെ നേരെ. അയ്യത് ഊട്ടിപ്പട്ടിയാണ്. കുട്ടിപ്പട്ടി എന്ത് ചെത്തലപ്പട്ടി ആയി കഴിഞ്ഞാലും ഉയ്യാപ്പിള കൊണ്ടുപോകുന്നതാണ്. എന്താണ് അത് അറിയോ? ഈ ബൈക്ക് ഒരു നായ്ക്കളെ വെറുതെ വിടില്ല, അത് എന്റെ അടുത്ത് കുറച്ച് ചാടി ഉണ്ടാവുക. അതല്ലാന്ന് ഏ നായി ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറച്ചൊരു ചാട്ടോ ആ ഞാൻ വെറുതെ വിടുവോ? പിന്നെന്തേ ഇത്? എന്റെ കയ്യിൽ ഉള്ളില്ലേ ആ. ഒരൊറ്റ വീശലാണ്ട് കൊടുത്തു, അതാ ചത്തെടുക്കണ. അതുകൊണ്ട് പട്ടോനി അതിനെ കൊന്നി. ഇന്നെ കൊല്ലല്ലാതെ ഇന്നെ കൊല്ലൂലേ? അല്ല ഇവിടെ എന്താ പണിയുണ്ട് നിങ്ങള്? ഞങ്ങൾക്ക് ഇവിടെ പണിയൊന്നും ഇല്ല. ഏ ഒരു പണിയില്ലെങ്കിൽ പെരേ പൊയ്ക്കോ. നിങ്ങൾ ആളെ വിളിച്ചിരുത്തി മക്കറാക്കാന്ന്. എടോ ഇപ്പൊ അങ്ങോട്ട് വന്നപ്പോ ഒരു നായി കുറച്ച് ചാടിയില്ലേ? ആ. അതിനൊരു കൂടുണ്ടാക്കാൻ വിളിപ്പിച്ചേ ഞാൻ എന്നെ. ഇപ്പൊ അതിനെ കൊന്നു. ഇനിയിപ്പൊ ഇന്നലെ കൂട് ഇനിയിപ്പൊ ഞാൻ പോട്ടെന്നാലും ഇനി പെരേ പൊയ്ക്കതാ നല്ലത്. അല്ലെങ്കിൽ അതിന്റെ പണി തീരെ വൃത്തിയില്ല സിബുവോ. മോത്തേക്ക് പറയുന്ന കാര്യം ഒന്നും നിങ്ങളെ നിങ്ങൾ മര്യാദക്ക് കൂലിയും തരില്ല. അവസാനം ഞാൻ ഇവിടെ എടുത്ത പണിക്ക് കുറ്റം പറഞ്ഞു. ഈ 3 ദിവസം മുമ്പ് ഡോറ് ഫിറ്റ് ചെയ്ത് പോയില്ലേ ഞാൻ അവിടെ? ആ ഡോറ് ഫിറ്റ് ചെയ്ത് പോയി. ആക്കി പോയി 2 മണിക്കൂർ കഴിഞ്ഞപ്പോ ചോറൊക്കെ നിലത്ത് തൂങ്ങി കിടക്കണ. ഡോറോ? ഡോറ് ഞാൻ വെച്ച ഡോറോ? പിന്നെ ഞാൻ വെച്ച ഡോറാ. അങ്ങനെ ആശാരി ഷിബു വെച്ചതോ ഡോർ എവിടെയും അങ്ങനെ പ്രശ്നം ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടായ ചരിത്രം ഇല്ല. എന്നാൽ ആ ചരിത്രത്തിൽ അങ്ങോട്ട് എഴുതി വെച്ച മറിയന്റെ വീട്ടിൽ ഫിറ്റ് ചെയ്ത ഡോറ് നിലത്ത് വീണ് പോയി. ആ എന്നാ പിന്നെ നിങ്ങൾ അതിന്റെ മുകളിൽ എന്തെങ്കിലും കളി കളിച്ചിട്ടുണ്ടാവും. ഞാൻ അതിന്റെ ഉള്ളിൽ ഒപ്പന കളിക്കാൻ പോ ഡോറിന്റെ ഉള്ളി. അതല്ലാന്ന് നിങ്ങളത് ഒന്നെങ്കിൽ അടക്കേ അല്ലെങ്കിൽ തുറക്കേ ചെയ്തു. പഠിച്ചാൻ വരാണെങ്കിൽ അടക്കി ഡോർ അടക്കേ തുറക്കേ ചെയ്ത് ഉണ്ടാവുന്ന എന്തൊരു ഒരുമ്പാട്ടാണ് ഡോ പറയുന്നത്. ഡോർ അടക്കാനും തുറക്കാനല്ലേ പിന്നെ അവിടെ മതിലെട്ടിയാ പറ ഡോറ് വേണം അവിടെ. നിങ്ങളെ ആ. ഞാൻ ഇന്ന് പല പണി ഉണ്ടായിട്ട് ആ ഒഴിവാക്കി വന്ന നിങ്ങളെ വർത്താനം അടക്ക ആപ്പാടെ എവിടെ ഒരു പണിയെടുക്കാൻ വേറെ എന്ത് പണിയുള്ളത്? ആ പട്ടിക മാറ്റണ്ട എനിക്ക്. ഓടിനുള്ള ഓടുമ്പോ പട്ടിക കളിക്കുമ്പോ അത് ഞാൻ പറഞ്ഞുതരാം. പട്ടിക എന്താ മാറ്റാഞ്ഞ് നിങ്ങളോട് ഞാൻ ആ പട്ടിക ആണി പറിച്ചേക്കാൻ പറഞ്ഞു. പറിച്ചോ? 12 ആണി കിട്ടിയല്ലോ. പട്ടികന്റെ മുകളിൽ ആണി പറിച്ചു. ആ 12 ആണി കിട്ടി. എന്നാ പിന്നെ പ്രശ്നമില്ല, നമുക്ക് ഉഷാറായിക്കളാം. ആ പട്ടിക എടുത്തോളി. പട്ടിക ഉണ്ടാവില്ലല്ലോ. പട്ടിക ഉണ്ടാവില്ലേ? ആ പട്ടികന്റെ മുകളിൽ ആണി പറിച്ചില്ലേ? പട്ടികന്റെ മുകളിൽ ആണി പറിച്ച് ആ ആണിങ്ങൾ ഊരി വെച്ചല്ലോ. ഊരി വെച്ച് ഞാൻ പട്ടിക എടുത്തോണ്ട് വരും. അത് വേണം നമുക്ക് മുകളിലടിക്കാൻ. പട്ടിക ഞാൻ കത്തിച്ചാ ആളി കൂളായിട്ട് ഊറിപ്പോന്ന്. പട്ടിക കത്തിച്ചപ്പോ ആണി കൂളായിട്ട് ഊരിപ്പോന്നേ. ആണാ? ആ ഒരു കാര്യം ചെയ്തോളി. ആ ആണി കൊണ്ട് ബിരിയാണി ഉണ്ടാക്കി തിന്നാളി. ഈ ആണോണ്ട് എനിക്ക് കാലിലാണിക്ക് പോവല്ലോടോ. പോവല്ലേ അതാ കസാലയൊക്കെ നന്നാക്കുന്നല്ലേ? എന്താ വെറുതെ വന്നിട്ട് ഇങ്ങനെ പോവല്ലേ? നിങ്ങൾ ഇത് ഓരോരോ കസാലേന്റെ കാലൊടിഞ്ഞിട്ടുണ്ട്. കസാരന്റെ കാല് ഞാനിതിപ്പോ ഓരോ പണി ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ഇതൊന്നും അങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. ഇതിന് കുറെ പൈസയാവും. ഇപ്പൊ നായി ഇങ്ങനെ പായിട്ട് നായിക്ക് എടുക്കാനൊന്നും ഇല്ലാറാ എന്റെ അവസ്ഥ. ഇങ്ങനെ തിരക്കിട്ട് പായ എനിക്കൊന്നും ചെയ്യണില്ല. അല്ലാതെ ഇതിപ്പോ നന്നാക്കണമെങ്കിൽ കുറെ പൈസയാവും. നിങ്ങൾ അത് തരാൻ പറ്റുമോ? ഇതിനിപ്പോ എത്ര പൈസ ആവും? ഇതിനിപ്പോ ഒരു 10-600 റുപ്യാവും നന്നാക്കണമെങ്കിൽ. ഇതിന്റെ കാല് കസാര കണ്ടെടുത്തിന് 200 റുപ്യ എനിക്ക് ഇങ്ങോട്ട് എരുകി. കസാര ഈ കൊണ്ടുപോയിക്കോ, പരേ കൊണ്ടുപോയിക്കോ. നിങ്ങളെ ഇത് നന്നാക്കടോ. അങ്ങനെ കണക്ക് പറിച്ചില്ലേ നന്നാക്കി ചെല്ലേ. എന്താണടാ? ആ അണ്ണക്കോട്ടന്റെ കുട്ടീനെ കിട്ടി. എന്താണ് ഇവൻ വെറുതെ വിളിക്കാട്ടത്. വെറുതെ ഓന്റെ കയ്യിലെ അണ്ണാരക്കൊട്ടന്റെ കുട്ടിയാണ്, ചെറിയ കുട്ടി. അതോ മനപ്പുറം വിളിക്കുക ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി. ഇത് അണ്ണാരക്കുട്ടിയുടെ കുട്ടി. അനക്കെങ്ങനെ ഇൻസൾട്ട് ആയി പോവാ അണ്ണാരക്കൊട്ടന്റെ കുട്ടിയെ? അതിങ്ങനെ പറയില്ലേ? അതിന്റെ കുഴപ്പോ? നാട്ടിൽ എല്ലാവർക്കും അറിയണല്ലോ എന്റെ പേര് അണ്ണാർക്കണ്ണ. എല്ലാം അറിയാലോ ഇവിടെ എല്ലാവർക്കും. എന്റെ പേര് അണ്ണാരക്കൊട്ടനാണ്. അത് വെറുതെ ഓരോരുത്തർ വിളിക്കണം. എന്റെ ടൈറ്റ് എന്റെ മുഖമായിട്ട് ഒരു സാമ്യത ഇല്ല അതിന്. നിന്നിട്ട് ഓരോരുത്തർ എനക്ക് ശരിക്കും ചേരാ മരപ്പെട്ടി എന്നൊക്കെ അതൊക്കെയാണ് കറക്റ്റ് ആണ്. ഇതാണ് അണ്ണാരക്കൊട്ടൻ കണ്ണിൽ പേരുന്നേ. നിങ്ങളെ വെറുതെ വാക്കന്നോടെ മുണ്ടി പോയി എനിക്ക് ഇഷ്ടമല്ല. ഞാനൊരു കാര്യം എന്നോട് ചോദിക്കട്ടെ. ഓന്റെ കയ്യിൽ ആ ചെറിയ ജീവിന്റെ പേരാണ് അണ്ണാരക്കണ്ണൻ. അണ്ണാർക്കണ്ണ. അത് ഈ ലോകത്ത് എല്ലാവർക്കും അറിയാം അണ്ണാരക്കണ്ണാണ്. എന്റെ പേര് പഞ്ചായത്തിൽ മാത്രമേ അറിയുള്ളൂ അണ്ണാരക്കണ്ണാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഞാനക്ക് പേര് മാറ്റണോ അല്ല അതിന്റെ പേര് മാറ്റണാണ് എളുപ്പം? അല്ല എന്റെ പേര് കൊണ്ട് മാറ്റിയാ പോരെ? നിങ്ങളെ തൽക്കാലം ഉണ്ടാ പോയിക്കോളൂ. എനിക്ക് അത് കേൾക്കണ ഇഷ്ടമല്ലാന്ന് അറിഞ്ഞൂടെ നിങ്ങക്ക്? മാമൻ ഉണ്ടാക്കുന്ന കാണേ. മാമനാണേ. മോനെ നോക്കട്ടെ ശിബു. അല്ല എന്താണ് നല്ലോണം കിട്ടിയെന്ന് കേട്ടിക്ക്. ഉണ്ടാവും, തിന്നോളിട്ടോ. അതപ്പോ നന്നാവുക. ചളിയിലൊക്കെ പാടിട്ട് ഉരുട്ടിയോ നാട്ടുകാര് പറഞ്ഞതാണേ.
ഞാൻ ഇത് ഇട്ടേച്ച് പോട്ടെ നിങ്ങൾ വേറെ എന്തിനാ പൊന്നു മോനെ ഞാൻ നാട്ടിലെ വിസായം പറയുമ്പോ എന്താ ചൂടാവണിത്? എനിക്ക് ഇഷ്ടമല്ലാന്ന് അറിയില്ല നിങ്ങൾക്ക് വെറുതെ പാറക്കല്ലോണ്ട് പുറത്ത് കണ്ണ് ചോരില്ലാണ്ട കുത്തേനി ആ ഷോ എന്തിനാണത്? എന്തിനാണ് കച്ചറുണ്ടായി ഇന്നലെ നിങ്ങൾ വെറുതെ എന്നെ കൊണ്ട് ഇതാക്കി എന്താ ഉണ്ടായത് പറയിക്കണ്ട എന്തായത് ഞാൻ പറഞ്ഞു വിടുന്നാലേ. ആ സുരേഷ് വെറുതെ ഞാൻ നടന്നു പിന്നെ ആ പേര് വിളിച്ചാ ഏത് പേര്? ആ അണ്ണാരക്കണ്ണനോ? ആ വിളിച്ചാ എനിക്ക് ഇഷ്ടമല്ല ആ പേര് വിളിക്കുന്നത്. എന്താണടോ മാമനെ ഞാൻ വിളിക്കരുട്ടോ മോനെ. ഇല്ലല്ല, ഞാൻ അതിനെ തുറന്നു വിട്ടേക്ക് അണ്ണാരക്കണ്ണനെ. മാമന്റെ മുമ്പ് കൂടെ പോണ്ട. മാമാ തോട്ടെ എന്തേലും മൊബൈലൊക്കെ അവിടെ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല. മൊബൈല് ഗെയിം കളിക്കാന് ഗെയിം കളിക്കുക കുട്ടികൾക്ക് കളിക്കാനുള്ള മൊബൈൽ അല്ലത് മനസ്സിലാക്കണോ? ഇതല്ല വിലയുള്ള ഫോണാണ്ടോ? ഇതെന്റെ കുട്ടി കളിക്കില്ല ഗെയിം കളിക്കുക കുട്ടികൾക്ക് ഗെയിം കളിക്കുക. ഞാൻ പോട്ടെ അന്നക്കോട്ടെ മാമ. ആകെ മൊബൈൽ കൊടുത്തിട്ടുണ്ട് പോൻ ആ പേര് വിളിക്കാനെയോ? നിങ്ങള് വേറെ ചെക്കനെ നോക്കിക്കോട്ടെ ചെക്കനെ ഞാൻ കൊന്നാളും ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. മൊബൈൽ ഈ ഗാനം നിങ്ങളുടെ ഹലോ ടൂണായി സെറ്റ് ചെയ്യാൻ 9 അമർത്തുക. ആരെ കുറ്റാണത്? ചെക്കനൊക്കെ അവിടെ പ്രാന്ത കളിക്കുന്നു തോന്നുന്നു. കൊട്ടുപടി ഇട്ടോ, കൊട്ടുപടി. അണ്ണാറക്കണ്ണിട്ട പേരിട്ടെ ഓന് പ്രാന്തായില്ല എന്നാല് ഓനിട്ട പേര് അണ്ണാരക്കണ്ണൻ. ഓ അല്ലേ ഞാനേ അടുപ്പത്ത് പാല് വെച്ചാൽ തളിച്ച് തൂത്താളും ഇപ്പൊ വരാം. അത് പോയിണ്ടാവും. വീട്ടിന്റെ വാടകയ്ക്ക് ഞാൻ ഇവിടെ വരുന്ന സമയത്തൊന്നും ഓള് ഇവിടെ ഉണ്ടാവില്ല. അവക്കറിയാം എന്തെങ്കിലും കല്യാണമോ വീട്ടിൽ കൂടലോ പേരോ ഒക്കെ ഉണ്ടാവും. ഒരു കൊല്ലത്തിലധികമായി എൻ്റെ വീട്ടിൽ ഓള് വാടകയ്ക്ക്. ദേ 8 മാസം 8 മാസം നിങ്ങളോട് ആരെയും പറഞ്ഞു? 8 മാസം നിങ്ങളോട് ആരെയും പറഞ്ഞു? 8 മാസം ഒന്ന് 8 മാസമല്ല 12 മാസത്തിലധികമായി ഓൾ എനിക്ക് വാടക തന്നിട്ട് 12 മാസത്തിലധികമായി. പക്ഷെ ഇന്ന് ഞാനത് വാങ്ങും. ഞാൻ ഇടക്കിടക്ക് വാടക ചോദിക്കാൻ വേണ്ടി ഇവിടെ വരും. അപ്പോൾ ഓൾ ഈ പത്തിരിൻ്റെ വീക്ക്നെസ്സാ. പത്തിരി കാണിച്ചു തരും, വാടക എന്നോട് മറന്നു, പത്തിരി ഇന്ന് ഞാൻ പോവുകയും ചെയ്യും. ഇതാണ് പ്രശ്നം. പക്ഷെ ഇന്ന് ഞാൻ പോകില്ല കേട്ടോ. ഇന്ന് ഞാൻ പോകില്ല. ഓളടുത്തുനിന്ന് വാടക വാങ്ങും. അതിനുള്ള സൂത്രമായിട്ടാണ് ഈ കലന്തനാജി വന്നത്. കാണിച്ചത് നോക്കിയോ? ഓളിൻ്റെ അകത്തുണ്ട്. ഇപ്പം ഞാൻ പുറത്ത് കാണിച്ചുതരാം. ഹലോ ഹലോ മറിയാണോ? മറിയല്ല ഇവിടെ കുത്തിരിക്കാണല്ലോ. മറിയല്ലേ? നിങ്ങള് പോയി മറിഞ്ഞോളി. നിങ്ങളെങ്കിലും എന്നെ മറിയാൻ വിളിക്കണേ? മറിഞ്ഞാ പോരെ എന്നെ വിളിക്കണ. ഹലോ ഇത് മറിയുമല്ലേ? ആ മറിയുമാണ്. നിങ്ങൾ ആരാണ്? കലന്തനാജിയാണ്. കലന്തനാജിയാണ്. ആ കലന്തനാജിയാ. അതമ്മ മനസ്സില നിങ്ങളെ പറ്റി ഇപ്പൊ ആലോചിച്ചിട്ടേ ഉള്ളു. പത്തിരി ചുടുമ്പോ പത്തിരിന്റെ വർത്താനം അവിടെ നിർത്തിക്കാലോ. വിളിക്കണേ? ഞാൻ കുറച്ച് ദൂരെന്നാ. അയ്യോ നിങ്ങള് ദൂരത്തായി പോയില്ലേ? ആ ദൂരെ. നിങ്ങളെ തരാനുള്ള വാടകയൊക്കെ അവിടെ പൈസ എണ്ണി മേശപ്പുറത്ത് വെച്ചിക്കേനി. പൈസ എണ്ണി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടോ? ഇന്നാ ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ അവിടെ എത്തിച്ചോ. അത് ഇപ്പൊ അങ്ങനെ വന്നിട്ട് കാര്യമില്ല. ഞാൻ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ്. ബേബി മെമ്മോറിയൽ ആരാണ്? ബേബി മെമ്മോറിയൽ ജമാലിന്റെ ഭാര്യ ഉമ്മക്കുൽസു ഇരട്ട പറ്റുന്നുണ്ട് 5 കുട്ടികളെ. 5 കുട്ടികളെ ഇരട്ട പറ്റി? 5 കുട്ടികൾ എങ്ങനെ ഇരട്ട വരിക? പിന്നെ 5 കുട്ടികളെ പെറുന്നതിന് എന്താ പറയാ? 5 കുട്ടികളെ പെടുന്നതിന് ഈ മാഞ്ഞാളം പറഞ്ഞിട്ട് അതിന്റെ വാടക അങ്ങോട്ട് തന്നോ? ഞാൻ ഇപ്പൊ വരും. വാടക ഇപ്പൊ വന്നിട്ട് കാര്യമില്ല. ഞാൻ 1 മാസം കഴിച്ചങ്ങോട്ട് വരുവുള്ളൂ. 1 മാസം കഴിഞ്ഞിട്ട് പോന്നാളി. എന്നാ പിന്നെ ഈ ഒരു കാര്യം ചെയ്യേ. ഞാനൊരു 2 മാസം കഴിഞ്ഞിട്ട് വരാം. 2 മാസം കഴിഞ്ഞ് പോന്നോളേ. 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ വരാം. അപ്പോഴത്തെ എടുത്തു വെച്ചോണ്ടിട്ടോ. തരാനുള്ള വാടകയൊക്കെ എടുത്തു വെക്കും. പൊയ്ക്കോളി. ശരിനാല് കലന്തനായിക്കോട്ടെ കൊലന്തനായിക്കോട്ടെ പറ്റിക്കാൻ പറ്റൂല. മറിയനെ പറ്റിക്കാൻ പറ്റൂല. കലന്തനായിക്കോട്ടെ കൊലന്തനായിക്കോട്ടെ പറ്റിക്കാൻ പറ്റൂല. മറിയൻ പറ്റിക്കാൻ പറ്റല്ലോ. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഇരട്ട പറ്റിക്ക. ബേബി അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നാ പറഞ്ഞു. വിചാരിച്ചത് ആളെ മക്കാറാക്കി വാടക തരാതെ 12 മാസം ഈ വാടക തന്നിട്ട് മനസ്സിലായ എനിക്ക്?
ഇജ്ജല്ല പറഞ്ഞ വാടക എടുത്ത് വെച്ചിരുന്നു അങ്ങോട്ട് എടുത്തോട്. വാടക എടുത്ത് വെച്ചിന് ഞാൻ വാടക എടുത്തിട്ട് വെച്ച് പൈസ എണ്ണി മേശപ്പുറത്ത് വെച്ച പൈസ ഒരു പൂച്ച കടിച്ചു കൊണ്ടുപോയി. അതിന്റെ പിന്നാലെ പായിരുന്നു ഞാന്. പൂച്ച കടിച്ചോണ്ട് ആ അത് ശരി, പൂച്ച കടിച്ചോണ്ടാവും. എന്താ നോട്ടെന്താ മത്തിയോ? ഇന്ന് ഞാൻ ഈ വാടക കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകൂല. ആ പോയിക്കോ, ഞാൻ പോകൂല. ഓരോട് വായിക്കോളി, ഓരോടല്ല നിങ്ങൾ കാര്യമൊക്കെ പറഞ്ഞു ഓരോട് വായിക്കോളി. ഓരല്ല എന്റെ ഈ വാടക വീട്ടിൽ താമസിക്കുന്ന ഈയാണ്. എന്നാ പിന്നെ ഓരോട് പറയാൻ എന്നോട് പറഞ്ഞാ പോരെ നിങ്ങള്? എന്നോടല്ലേ പറഞ്ഞത് വാടക കൊണ്ടാ? വാടക കൊണ്ടാ? 12 മാസത്തെ വാടക എണ്ണിക്കൊണ്ടാ. നിങ്ങൾ എന്തിനാ കിതക്കിന് ചായ വേണം നിങ്ങൾക്ക്? ഉള്ള ചായ എടുക്കല്ലേ? ആ പിന്നെ സൽക്കരിച്ചിരുത്താൻ നോക്കണ്ട വേണട്ടാ. ചായ കുടിച്ചോളി. ചായ എനിക്ക് വേണ്ട. എന്താ ഇങ്ങനത്തെ ചായ കുടിച്ചാല്? ചായ വേണ്ട. അല്ലോ ഇത് നിങ്ങളെ പോരെയായിട്ട് കാട് കണക്കായിക്കോളി. കണക്കാക്കാനല്ല, നിന്റെ പോരാണല്ലോ. ഈ അങ്ങോട്ട് കണക്കായിക്കോ വാടക വന്നിട്ടാ. ആ വാടക തരാം, നിങ്ങൾ ചായ കുടിച്ചിട്ട് പോയിക്കോളി. ഇങ്ങനത്തെ നല്ല ചായ ഉണ്ടാക്കി. എനിക്ക് ചായ വേണ്ട, എന്റെ സൽക്കാരം സ്വീകരിക്കാൻ. അതെന്താ പാല് പാർന്ന ചായയാണ്? പാല് പാർന്നതും വേണ്ട, പാല് പാരാത്തതും എനിക്ക് വേണ്ട. എനിക്ക് വാടക കിട്ടും. അല്ലോ പാല് പാർന്നോ പാല് വേണ്ടതൊന്നും വേണ്ട പോലെ. ഞാൻ സുക്കൂറുകൾ കേട്ടല്ലേ, ഞാൻ സുക്കൂറിന് ഞാൻ പത്തിരിയും ചായ ഉണ്ടാക്കി വെച്ചതാ. ചായയും പത്തിരിയും ഞാൻ മൂപ്പർക്ക് കൊടുക്കാന്ന് വിചാരിച്ച് നല്ല പത്തിരിയും ചായയും ഉണ്ടാക്കി വെച്ചിനി. എന്തേനു പത്തിരിണ്ട്? 3 പത്തിരി സുക്കൂറിനുള്ളതാണേ. പത്തിരിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എന്റെ മറിയേ, എന്താണ് ഈ പത്തിരി ഉണ്ടല്ലോ, ആ ഈ അരിപ്പൊടി ഇങ്ങനെ കുഴച്ച് അതിൽ കുറെ ചൂടുവെള്ളം ഇങ്ങനെ കുടഞ്ഞിട്ട് ഒരു ഉരുള കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് പൂച്ചനെ വിളിക്കാണ്. പൂച്ചനെ വിളിക്കല്ലത് പരത്തുക. പരത്ത് എങ്ങനെയാ പരത്ത് കാണിക്ക്? അല്ല പത്തിരി പരത്താൻ ചൂടുള്ളത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല. തന്നെ മതി, തുപ്പല് കുഴമ്പോലെ തെറിക്കുന്നുണ്ട്. ഓളൊരു തമാശ. ഇതിങ്ങനെ പരത്തിട്ട് കൈ കൊണ്ടൊക്കെ ഇങ്ങനെ അടുക്കിയിട്ട് ചൂടുള്ള ചട്ടിയിലേക്ക് ഇങ്ങനെ വെക്കാം. എന്നിട്ട് അതിൽ കുറച്ച് ആർക്കേജിയും. ആർക്കേജി ആരാണ്? ആർക്കേജി നെയ്യ്, നെയ്യാണ്. കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയോ അങ്ങനെ. ക്രിസ്മസിനല്ല പെരുന്നാളിനല്ലേ സാധാരണ നമ്മൾ പത്തിരി ഉണ്ടാക്കി. ആയിക്കോട്ടെ, ഞങ്ങൾ അങ്ങനെ പത്തിരി. എന്നിട്ട് ചൂടില് അതിങ്ങനെ ചട്ടം കൊണ്ട് ഇങ്ങനെ മറച്ചിട്ടിട്ട് പിന്നെ അതിങ്ങനെ തോണ്ടി ഇങ്ങനെ എടുത്തിട്ട് ഇതൊന്നൊരു കഷ്ണം ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ കഴിച്ചാലിന്റെ മറിയേ. അമ്മായിരി പത്തിരി അവിടെ ഉള്ളത്. അമ്മായിരി പത്തിരി നമ്മളെ പാവപ്പെട്ടവരല്ലേ, പഴയ പത്തിരി. ഇടക്ക് അതും മതി. അതും വേണം നിങ്ങക്ക്? എടുത്തോ. അത് ഞാൻ സുക്കൂറിന് വെച്ച 3 പത്തിരിയാണുള്ളത്. ഈ എന്തായാലും പത്തിരി പോയി എടുത്തു വാ, എന്നിട്ട് നമുക്ക് കണക്കൂട്ടാം. ഞങ്ങള് കുത്തിരിക്കും. ചായ ചോദിച്ച് പത്തിരി വേണം പോലെ പണ്ടാരൊക്കെ അല്ല അന്നാക്കെ തട്ടി കുരിപ്പടഞ്ഞോട്ടെ. എന്ത് ചെയ്യാനോ? എന്താ പറയാ, ദിക്കറല്ലേ കിളിപാടി കിളിയേ, പത്തിരി തിന്നാണ് ഉളുപ്പില്ലാണ്ട് പെരയില് വന്ന് കയറുന്ന കിളിപാടി. പത്തിരി നമ്മൾ കണ്ടിരുന്നു. പക്ഷെ മറി ഉണ്ടാക്കുന്ന പത്തിരി ഉണ്ടല്ലോ, അതൊരു 1.5 പത്തിയ. കുറച്ച് മുരിങ്ങന്റെ അല്ല കറിയും കൂടി. കലിംഗരാജ് വന്നിട്ടുണ്ട്. അയാളെ പേരെ നിറക്കി പിടിച്ച് ഇങ്ങോട്ട് പോരി. പത്തിരി ചുട്ട് നോക്കണേ. ഓന് വലിയ കുറവാണ്. എന്തിനാടാ അത് ഇത്ര വലിയായിട്ട് നാണൊക്കെ? ഒരു നാണം മാനം ഉൾപ്പില്ലാണ്ട് വരണ്ടേ? എന്തിനാ നാണപ്പെടുന്നങ്ങനെ? അതാരോടാ? അല്ല ഓനോട് പറയാ വലുതായിട്ട് നാണം മാനൊക്കെ ഇങ്ങനെ വരണം. പത്തിരി കഴിച്ച കളി നല്ലതാണ്. സുക്കൂറേ ഇജവിടെ ഒച്ചപ്പുള്ളി ഉണ്ടാക്കല്ലട്ടാ. ഓൻ ആ പാത്രമൊക്കെ അല്ലമ്പാക്ക. ഞാൻ എന്നാ കൂടി ചെല്ലട്ടങ്ങൾ കഴിച്ചോളി. എടാ എന്റെ പോര പൊളിച്ച് പന്തലിട്ടാണ് ഞാൻ അങ്ങോട്ട് വരുന്നില്ലേ? എന്തിട്ടാണ് അവിടെ എന്നോട് ഞാൻ പറഞ്ഞിട്ട് കൂടെ അങ്ങോട്ട് പോകരുത്. നമ്മൾ പെര ഇറങ്ങേണ്ടി വരും. നമ്മൾ പെര നിങ്ങളെ പേരെന്താ? കലന്തനാജി. അമ്മ പറഞ്ഞേക്കണേ. നിങ്ങൾ എത്ര പത്തിരി തിന്നു? ഞാനൊരു 10-20 പത്തിരി തിന്നു. എന്റെ പഠിച്ചോനെ അത് 3 പത്തിരിയേ ഉള്ളൂ. പിന്നല്ലേ ഞാനില്ലേ എന്ത് രീതിയാൽ തിന്നുന്നേ? എങ്ങോട്ട് പോരി? ഞാനില്ലേ കല്യാണപ്പോരെ ചായ കുടിക്കുന്നത് നോക്ക്. ഞാനില്ലേ കല്യാണപ്പോരെ പോയില്ല. അവരുടെ കോഴി ബിരിയാണില്ലേ, കോഴി ബിരിയാണി. നിങ്ങൾ എന്തിനാണ് ഞാൻ സംസാരിക്കുമ്പോ പത്തിരി തിന്നുന്നേ? ഞാൻ സംസാരിക്കുമ്പോ പത്തിരി തിന്നു. ഞാനാണെങ്കിൽ സംസാരിക്കുമ്പോ പത്തിരി തിന്നൂലാലോ. ഉമ്മ പറഞ്ഞേക്കണേ. ഒന്ന് തിന്ന് തീരാനായില്ലേ? ഒന്ന് തിന്ന് തീരാനായി ഉമ്മ പറഞ്ഞേക്കണേ. പിന്നല്ലേ ഞാനല്ലേ സ്കൂളിൽ നിന്നല്ലേ പട്ടാണിക്കടല വാങ്ങിനെ. പട്ടാണിക്കടല നിങ്ങളെന്തിനാണ് ഞാൻ സംസാരിക്കുമ്പോ പത്തിരി തിന്നുന്നേ? ഞാൻ സംസാരിക്കുമ്പോ തിന്നു. ഞാനാണെങ്കിൽ സംസാരിക്കുമ്പോ പത്തിരി തിന്നൂലാലോ.
രണ്ടെണ്ണം തിന്ന് തീരാനായില്ലേ, രണ്ടെണ്ണം തിന്ന് തീരാനായി. ഉമ്മ പറഞ്ഞേക്കണ്, ഉമ്മ പറഞ്ഞേക്കണ്. നക്കി നക്കി തിന്നാലേ, നക്കിയേ നുള്ളി നുള്ളി തിന്നാലേ, നുള്ളിയേ. ഉമ്മ പറഞ്ഞേക്കണ്, രണ്ടര തിന്ന് തീരാനായില്ലേ, രണ്ടര തിന്ന് തീരാനായി. ഉമ്മ പറഞ്ഞേക്കണ്, ഉമ്മ പറഞ്ഞേക്കണ്. മൂന്നെണ്ണവും തിന്ന് തീർത്തില്ലേ, മൂന്നെണ്ണവും തിന്ന് തീർത്ത്, മൂന്നെണ്ണവും തിന്ന് തീർത്ത്. ഉമ്മ പറഞ്ഞേക്കണ്, ഉമ്മ പറഞ്ഞേക്കണ്, ഉമ്മ പറഞ്ഞേക്കണേ. ഉമ്മ പറഞ്ഞേക്ക്, ആ പത്തിരി നീ തിന്നണ്ട, വല്യമ്മ മൂത്രം ഒഴിക്കുന്ന ചട്ടിയിൽ ഇവിടെ പത്തിരിയാണ്. ഉമ്മ പറഞ്ഞേക്ക്, ഉമ്മ പറഞ്ഞേക്ക്, ഉമ്മ പറഞ്ഞേക്ക്. കിസ്മത്ത് എന്ന സിനിമയിൽ രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മലബാറുകാരായ രണ്ട് ആക്ടേഴ്സ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ലെറ്റ്സ് വെൽക്കം ആനന്ദ് ആൻഡ് ബിനോയ്. കിസ്മത്ത് എന്ന സിനിമയുടെ ട്രയലർ ഇറങ്ങി ഒരുപാട് ആളുകൾ കണ്ടു, 3 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ കണ്ടു. അപ്പോൾ ആ ട്രയലർ കണ്ടിട്ട് എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചു, അതുപോലെ കിസ്മത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളോട് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചൊരു ചോദ്യം ഒരു നടനെ കുറിച്ചായിരുന്നു. ആ നടനാണ് ഇന്നിപ്പോ നമ്മളോടൊപ്പം ഉള്ളത്. ആനന്ദ് എന്നാണ് ഈ ആക്ടറിന്റെ പേര്. ആനന്ദ് ആദ്യമായിട്ടാണ് സിനിമ അല്ലെ? ആനന്ദ് ചെയ്ത ആദ്യത്തെ സിനിമയാണ് അല്ലെ? കഥാപാത്രത്തിന്റെ പേര് പ്ലാസ ഖലീൽ. പ്ലാസ ഖലീലിനെ കുറിച്ചായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി കിട്ടിയത്. ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുണ്ടാവില്ലേ ട്രailer-ൽ തന്നെ ഇത്ര ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞപ്പോ? എല്ലാരോടും നന്ദി, പ്രത്യേകിച്ച് ഫ്ലവേഴ്സ് ചാനലിനോട് ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടതിന്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഷാനവാസ് കെ ബാവുട്ടിയാണ് അതിന്റെ ഡയറക്ടർ. പൊന്നാനിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥലമാണ് പരപ്പനങ്ങാടി അല്ലേ? പരപ്പനങ്ങാടി എന്നുള്ള ഒരു ആക്ടറാണ് ബിനോയ്. ബിനോയിനെ ഇപ്പൊ നമുക്ക് മലയാളികളെ എടുത്തു പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ബിനോയ് ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു തിയേറ്റർ ആക്ടറാണ്. അതിനപ്പുറത്തേക്ക് ഒരുപാട് മലയാള ചലച്ചിത്രങ്ങളിലും ബിനോയ് അഭിനയിച്ചു കഴിഞ്ഞു. വേണ്ടല്ലേ, കുറച്ച് മലയാള ചിത്രങ്ങളിൽ ബിനോയ് അഭിനയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കിസ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേഷമാണ് ബിനോയ് കൈകാര്യം ചെയ്തിരിക്കുന്നത് അല്ലേ? അത് എനിക്ക് തോന്നുന്നു അത് എല്ലാവരും പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് പ്രധാനപ്പെട്ട വേഷമാണെന്ന്. പക്ഷെ എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ള കാര്യം എന്താ അറിയോ, നമ്മളിപ്പോ ഈ സംസാരിക്കുന്നുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഒരുപാട് കാലമായിട്ട് അറിയുന്ന ആൾക്കാർ. അപ്പൊ നമ്മൾ സംസാരിച്ചത് മുഴുവനും ഈ ഭാഷയിലാണ്. പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം എന്താ അറിയോ, എനിക്ക് തോന്നി കുറച്ച് സിനിമയിൽ അഭിനയിച്ചതിന്റെ ഭാഗമായിട്ട് എല്ലാം ഈ മട്ടാഞ്ചേരി ഭാഷ, കൊച്ചി ഭാഷ, കോട്ടയം ഭാഷ, ഈ ബംഗാളികളെ ഭാഷ, തമിഴൻ ഭാഷയൊക്കെയാണ് എല്ലാം. എങ്ങനത്തെ വേഷങ്ങളാണ് നമുക്ക് കിട്ടുക? അതാണ് കൂടുതലും കിട്ടുക. കിസ്മത്തില് മലപ്പുറം ഭാഷയാണ് പറഞ്ഞിട്ടുള്ളത്, സ്വന്തം ഭാഷ. എനിക്ക് തോന്നുന്നു ഇതിപ്പോ കറക്റ്റ് റൈറ്റ് മൊമെന്റ് ആണ്. നമ്മളുടെ കിസ്മത്ത് എന്ന് പറയുന്ന സിനിമ ആരംഭിക്കുന്നത് ഒരു മാപ്പിള പാട്ടിലാണ്. ആ പാട്ട് പാടിയിരിക്കുന്ന കബീർ ക ഇപ്പൊ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് കബീർ ഖാനെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് ആ പാട്ടൊന്ന് കേട്ട് കഴിഞ്ഞാല് പൊളിയായിരിക്കും. ലെറ്റ്സ് വെൽക്കം കബീർ ക. കബീർക്ക് ആദ്യമായിട്ടാണോ ഒരു സിനിമയിൽ പാടുന്നത്? അല്ലേ? ബൈ പ്രൊഫഷൻ കബീർക്ക് എന്താ ചെയ്യുന്നത്? ഞാൻ മാപ്പിള കലാ പരിശീലകനാണ്. കിസ്മത്ത് എന്ന് പറയുന്ന സിനിമ തുടങ്ങുന്നത് ഇക്കയുടെ പാട്ടിലാണ് അല്ലേ? അപ്പൊ ആ പാട്ട് നമുക്ക് ഇവിടെ ഒന്ന് പാടുകയല്ലേ? ആനേ മദന പൂങ്കാനിത്തേനാളേ ആടങ്കൽ വഴിപെട്ടാർ എന്നെ ഇന്നാളേ വാനപൂരി ഹുസ്നുൽ ജമാലോടിപ്പോൾ ബദറുൽ മുനീറുറ്റ് പായക്കമിപ്പോൾ ആനേ മദനപ്പും കനിത്തേനാളേ ആടങ്കൽ വഴിപെട്ടാർ എന്നെ ഇന്നാളേ ഉറച്ച സമയത്തിൽ ഉമയ്യെത്തേണം ഉദിമുൻ പതിനാടും കടന്നിടണം ശക്തി പാടി തമ്മിൽ പറഞ്ഞുറച്ചു ശൗക കടലി രണ്ടും പദപതച്ചു സൂരജാൽ മുഖം പൊത്തി മാണത്ത്
പിരിந்த നേരം ആനേ മദനപ്പും കനിത്തേനാണേ ആടങ്ങൾ വഴിപെട്ടാർ എന്നെ ഇന്നാളേ. നിങ്ങൾ മൂന്നുപേരും ഞങ്ങളോടൊപ്പം ഈ വേദിയിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ജീവിതത്തിൽ എല്ലാവിധ ഭാവങ്ങളും ഉണ്ടാവട്ടെ. നമ്മളുടെ എല്ലാവരുടെയും പ്രതീക്ഷയാണ്, നമ്മളെ സ്വപ്നമാണ് 29-ാം തീയതി തിയേറ്ററുകളിൽ വരാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. അല്ലേ, ദൈവം നമ്മുടെ വിളി കേട്ടിരിക്കും. അതെ, ഉറപ്പായിട്ടും അല്ലേ? അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി 29-ാം തീയതി തന്നെ സിനിമ കാണണം. സോ ഓൾ ദി ബെസ്റ്റ് ആനന്ദ്, ബിനോയ്, കബീർ ഖാൻ. Please don't stop the music. 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 എല്ലാരും ആഘോഷിക്കണം. ഞാൻ അതാണ് പറയുന്നത്, എല്ലാരും ആഘോഷിക്കണം. ആഘോഷിക്കണം. അയൽവക്ക കാര്യം നമ്മുടെ ലോകത്തുള്ള എല്ലാവരും ആഘോഷിക്കണം. കാരണം എന്താണെന്ന് അറിയാമോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുവർഷമാണ്. നാളെ ഒരു ദിവസം നല്ലൊരു പുതുവർഷം പിറക്കാൻ പോവുകയാണ്. അതിന് ഞാൻ മണിയനെന്ന ഞാൻ ലോകത്തിന് നിങ്ങൾക്കായി ഞാൻ ഒരു നല്ലൊരു സംഭാവന ഞാൻ തരാൻ പോവാണ്. എന്തുവാ മണിയനെന്ന ഞാൻ നാളെ മുതൽ മദ്യപാനം നിർത്താൻ പോകുന്നു. മദ്യപാനം നിർത്താൻ പോകുന്നത് അല്ലെ? നടക്കുന്ന കാര്യമെല്ലാം പറയലയാ. ഞാൻ നടക്കുന്ന കാര്യം ഞാൻ പറയുള്ളൂ. നമ്മൾ എന്തിനാ മദ്യപിക്കുന്നത്? മദ്യപിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചെന്നറിയാം, ഈ മദ്യപാനം അങ്ങ് നിർത്താം. ഇതെന്താ ജയിച്ചെന്തര മയക്ക് വെച്ചിരിക്കുമ്പോൾ അവിടെ ചെന്ന കാര്യടാ. ഇതിനൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അളി അല്ലെ, ഞാൻ ഡെയിലി മദ്യപിച്ച് മതോന്മത്തനായി വന്ന് നിന്റെ സഹോദരി, അതാ എന്റെ ഭാര്യ ഞാൻ ക്രൂരമായി മദ്യപിക്കുന്നല്ലേ നിന്റെ പരാതി? അങ്ങനെ പരാതി ഉണ്ട്. പക്ഷെ നാളെ തൊട്ട് നിന്റെ സഹോദരി സുരക്ഷിതമായിരിക്കും. സുരേഷിന്റെ കൂടെ ആയിരിക്കും. സുരക്ഷിതയായിരിക്കും. എനിക്ക് അത് കേട്ടാ മതിയല്ലേ? അത് കേട്ടതല്ല. അതുകൊണ്ട് അവസാനത്തെ പെക്ക് ഞാൻ അളിയന്റെ കുടിച്ചിട്ട് എന്റെ മദ്യപാനം നിർത്താൻ പോകുന്നു. എന്റെ പൊന്നളിയ, ഒരു പെക്കല്ല അളിയ, ഞാൻ 90 ഒഴിച്ചു തരും. 90 മദ്യപാനം നിർത്താൻ പോകുന്നു. അടിയളിയാ, അടിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം സംസാരിക്കണം. മദ്യമേ, നീ എന്തിനീ പാവപ്പെട്ടവരുടെ ജീവിതം ഇല്ലാതാക്കുന്നു? എന്തിനാ നീ പാവപ്പെട്ടവരുടെ ജീവിതം തകർക്കുന്നു? നീ എത്ര പേരുടെ കൂമ്പും കരളും കളഞ്ഞു, എത്ര പേരുടെ ജീവിതം ഇല്ലാതാക്കി, എത്ര കുടുംബങ്ങൾ വയ്യാതരമാക്കി, എത്ര ജീവൻ നീ എടുത്തു. മദ്യമേ, നിനക്ക് ഇനി പാവപ്പെട്ട മണിയന്റെ മനസ്സിൽ സ്ഥാനമില്ല. മദ്യമേ, പൊക്കോണ എന്റെ വീട്ടിൽ നിന്ന്. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. ഞാൻ നിർത്തി, മദ്യപാനം നിർത്തി. എന്റെ കുടുംബം മദ്യപാനം നിർത്തി. അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. ഞാൻ നിർത്തുന്നതെന്ന് പറഞ്ഞാൽ മണിയൻ മദ്യപാനം നിർത്തും. അത് ഒരിക്കലും എന്നെ പേടിക്കണ്ട. മദ്യപാനം നിർത്തണോ? നിർത്തോടാ. ഞാൻ തുളുമ്പും മാതകം മധു പാലും പാത്രം നിന്റെ തൂക്കുപാത്രം. കുഞ്ചി കരയല്ലേ, മിഴികൾ നനയല്ലേ, ഇളമനം കരിമല്ലേ. മദ്യപാനം നിർത്താൻ പോകുന്നത് ലോകത്തിലെ 7 അത്ഭുതത്തിലേറെ പോകുന്ന മണിയ മദ്യപാനം നിർത്താൻ പോകും. വിളിക്കാൻ പറ്റും. कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम्. ഇതെന്താ ഈ ആഴ്ചയിലെ അമ്മയും കുഞ്ഞുമോ? വീട്ടിൽ പോയേ.
എഴുന്നള്ളിക്കോളൂ. ചേട്ടാ 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 എന്നൊന്നും നിന്റെ അടുത്ത് പറഞ്ഞല്ലേ ഞാൻ മദ്യം നിർത്തിയല്ലേ? അയ്യോ ഇത് മദ്യമല്ല, കട്ടനാ. കട്ടച്ചായടാ. ഇതിന്റെ കളർ കാണുമ്പോഴത്തേക്ക് എനിക്ക് പേടിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ മദ്യപാനം ഞാൻ നിർത്തിയെന്ന്. ഞാൻ കൊണ്ടുവരുമോ? അയ്യോ ദൈവമേ. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ ആഘോഷം കാര്യങ്ങൾ? ഇന്നലെ അടിപൊളിയല്ലായിരുന്നോ? എല്ലാവർക്കും സന്തോഷമായി ചേട്ടൻ മദ്യപാനം നിർത്തിയെന്ന് പറഞ്ഞപ്പോഴേ. ലാവിഷായിട്ട് പോയത് പിന്നെ എല്ലാരും. അയ്യോ അത് വേണം, എനിക്ക് അത് വേണം, അത് മാത്രം മതി. അവര് കുടിച്ച അയ്യോ എല്ലാം എടുത്ത് കളയണം ഇനി. അയ്യോ എടുത്ത് ഒരു കള. ഇന്നലെ ഞാൻ നിന്നെ കളഞ്ഞേരടാ. പോ. കണ്ടോ എല്ലാരും എന്റെ ചേട്ടനെ കണ്ടു പഠിക്കണം. കണ്ടോ മദ്യപാനം ഒക്കെ നിർത്തിയത് വിടുക്കനായി ഇപ്പൊ. അത് കാലിക്കുപ്പിയല്ലേ കളഞ്ഞത്? ഇനി ഫുൾ കുപ്പി എടുക്കാനുള്ള. അപ്പൊ നിങ്ങൾ കാലിക്കുപ്പി കളഞ്ഞു മദ്യപാനം നിർത്തിയെന്നൊക്കെ പറഞ്ഞിട്ട്. എടി ഞാനൊരു കാര്യം പറഞ്ഞു. ഞാൻ ഇന്നലെ മദ്യപാനം നിർത്തിയിട്ട് അങ്ങനെ വലിയ വായിക്കൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കിടന്ന സമയത്ത് ഞാൻ ആലോചിച്ച് ഇതുകൊണ്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട്? അച്ചാറ് കമ്പനിക്കാർ, മിച്ചർ കമ്പനിക്കാർ, സിഗരറ്റ് കമ്പനിക്കാർ, തീപ്പെട്ടി കമ്പനിക്കാർ, പിന്നെ ഇത് പൊതിഞ്ഞോണ്ട് പോകുന്ന പേപ്പർ കമ്പനിക്കാർ. അത് മാത്രമല്ല ഇവരെയൊക്കെ ജീവിതം കൂടെ നമ്മളും ഇല്ലാതാക്കല്ലേ. അപ്പൊ എന്നെ പോലുള്ള മദ്യം നിർത്തി കഴിഞ്ഞാൽ അവരുടെ കുടുംബം വഴിയാതരാവൂലേ? ആരോട് പറയാനാ? പട്ടിയുടെ പാല് 12 കൊല്ലം കുഴലിട്ടാലും നീ വരത്തില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച നിന്റെ വീട്ടിൽ വന്നപ്പോ നിന്റെ അച്ഛൻ കുഴലിട്ടോണ്ടിരിക്കുന്നുണ്ട് വാലില്. നന്നാ പറ്റില്ല നിർത്ത പറയുകയും ചെയ്ത് നിർത്തും. പക്ഷെ നമ്മളെ കൂടെ പറ്റില്ലല്ലോ, അതല്ലേ സംഭവം. അളിയാ എന്തളിയാ? അളിയാ എപ്പോ എന്തളിയാ? കട്ടൻ ചായ കുടിക്കുന്ന അളിയാ? കട്ടൻ ചായ കുടിക്കും. അളിയാ പാർട്ടിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടല്ലോ, അങ്ങനെ അതിന് പോകാൻ വേണ്ടി ഇറങ്ങിയത്. ചേച്ചി കട്ടൻ ചായ വാങ്ങിച്ച് കുടിച്ചിട്ട് പോയാൽ മതി. പിന്നെ എന്തുപോലെ ഈ തേയിലക്ക് ബ്രാൻഡിയുടെ മണം കംപ്ലീറ്റ് മായമല്ലേ? പിന്നെ അത് നീ പ്രതികരിക്കണം കേട്ടാ. നമ്മളെ പാർട്ടിയുടെ മീറ്റിംഗിൽ അതുകൂടെ പറയുന്നുണ്ട്. അത് നമ്മൾ പറയണേ, മായമൊക്കെ നമ്മൾ നിർത്തലാക്കേണ്ട കാര്യങ്ങളുണ്ട്. അല്ലളിയാ രാവിലെ ഈ കട്ടൻ കാപ്പി കുടിക്കുന്ന കണ്ടിട്ടുണ്ട്. അതിന്റെ സവാള കടിച്ചു വരയ്ക്കുന്ന ആദ്യമായിട്ട് കാണുക. അല്ല ഈ കട്ടൻ കാപ്പിയിലൂടെ സവാള കഴിക്കാം. അളിയ ആണത്തോണ്ടോ അളിയാളികള് ഇന്നലെ രാത്രി പറഞ്ഞ വെള്ളോടി നിർത്തിയെന്ന്. നമ്മളിപ്പോൾ ഒരു വെള്ളോടി നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ കഞ്ഞിൽ മണ്ണിരുന്ന പരിപാടി, അതുകൊണ്ടാണ് ഞാൻ വെള്ളോടി നിർത്താത്തത്. അളി ഒരു കാര്യം ചെയ്യണം, അപ്പുറത്തെ സുരേഷിനെ കണ്ട് പടി. എടാ എന്ത് നല്ല നീറ്റായ പയ്യനാന്നറിയാമോ? വെള്ളമടിയില്ല, സിഗരറ്റ് വലിയില്ല. അവര് 2 മക്കള് പഠിക്കുന്നതേ സ്റ്റേറ്റിലാ. എന്റെ മക്കളും പഠിക്കുന്നത് സിലേറ്റിലാണ്. പിന്നെ അവർക്ക് 2 കടൽ പെൻസിലുണ്ടെന്നേ അടിപൊളി നല്ല വരയ്ക്കൊക്കെ ചെയ്യും. അളിയ അതല്ല സ്റ്റേറ്റ് കേട്ടിട്ടുണ്ടോ? സ്റ്റേറ്റ് ആ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയല്ലോ. ന്യൂയോർക്ക്. അതിന് ന്യൂയോർക്ക് ഞാൻ ഓർക്കാം. അതല്ലേ ന്യൂയോർക്ക് ഒരു സ്ഥലത്തിന്റെ പേരാ. ന്യൂയോർക്ക്. കണ്ടോ ഇയാള് നേരെ കൂടി നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ പിന്നെയും കുടിക്കുവാ. നിനക്ക് ഇങ്ങേർക്ക് ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാൻ മേലെ, വലിയ പാർട്ടിക്കാരനാന്ന് പറഞ്ഞ് നടക്കുവാ. ചേച്ചി എത്ര നാളുകൊണ്ട് ചേച്ചിട്ട് ഞാൻ പറയുന്നത് ഈ അളിയന്റെ ഒരു ഫോട്ടോ എടുത്ത് എന്റെ വാട്സാപ്പിലോട്ട് അയച്ചു തരാൻ. അയ്യോ ഞാൻ ഇന്നലെ അയച്ചായിരുന്നല്ലോ നിന്റെ ഫോണിലോട്ട്. എപ്പോ? ഒരു കറുത്ത ജുബയൊക്കെ ഇട്ടൊരു ഫോട്ടോ അയച്ചില്ലായിരുന്നോ? അത് അളിയന്റെ ഫോട്ടോ ആയിരുന്നു. പിന്നെ നീ എന്താ വിചാരിച്ചേ? ഞാൻ മൊബൈലിൽ വൈറസ് കയറിയെന്ന് പറഞ്ഞ അപ്പോഴേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. ഇതിന്റെ വാശിക്ക് ഞാൻ 2 അടിച്ചിട്ട് ഞാൻ വീട്ടിൽ വരുള്ളൂ. സത്യം പറഞ്ഞ 2 അടിച്ചിട്ട് വീട്ടിൽ വരുള്ളൂ. ഇതിങ്ങനെ തന്നെ നടക്കത്തുള്ളൂ. എന്തെങ്കിലും ഇതിനൊരു പോമഴി. നീ എന്തായാലും ഒരു ജോലി വാങ്ങിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ഞാൻ ആത്മഹത്യ. നമ്മുടെ വീട്ടിന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്നവരാ. നമ്മുടെ പുറകെ താമസിക്കുന്ന രാധാകൃഷ്ണൻ. അവൻ ആരാന്ന് വെച്ചിട്ട് വിചാരം? എന്തൊക്കെയോ മായ കർമ്മങ്ങളൊക്കെ അവന്റെ കയ്യിലുണ്ട്. അപ്പൊ അവനെ വിളിച്ച് നമുക്ക് ചോദിച്ചാൽ കാര്യങ്ങൾ അറിയാലോ. എന്നാ ഒന്ന് വേഗം വിളിക്കോ. വിഷയം എന്ത്? നീ ഇതെല്ലാം കണ്ടല്ലോ. ഇത് കാണുമ്പോ തന്നെ കാര്യങ്ങൾ വെടിയെട്ടിയല്ലോ. എന്തിനാണ് സംഭവം? അളിയൻ ഭയങ്കര കുടി. അറിയറിയല്ല. അപ്പൊ എങ്ങനെയെങ്കിലും നിന്റെ ഈ എന്തൊക്കെയോ കർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ വെച്ചിട്ട് ആ കുടി ഒന്ന് നിർത്തി തരണം. കുടി ഞാൻ നിർത്തി തരാം. നിനക്ക് ഞാൻ നിർത്തി തരാം. പ്ലീസ്. ഈ പിടി മുഖമൊക്കെ കാണുമ്പോഴാണ് ചിലർ വശംബതരായി പോണ. എനിക്ക് ഒരു കരിങ്കോഴിയെ കിട്ടും. ഈ മന്ത്രവാദിയല്ലേ എവിടെ വന്നാലും ഈ കോഴിയെ കിടന്ന് പിടിക്കുന്ന എന്തോന്നിന്? ഒരു 2 കമ്പനി ചെറുതാണ്. തല്ലാനല്ലടാ, അത് വെച്ചൊരു ഐഡിയ ഉണ്ടോ? നീ 2 കമ്പനി ചെറുത്തിട്ടോ. എന്റെ അളിയന്റെ കുടി നിർത്തിയിട്ടാണ് ഈ പെണ്ണിന്റെ മുഖം നോക്കുമ്പോ പിന്നെ സഹായിക്കാതെ പോകാനും തോന്നില്ല. ഈ കമ്പ് കൊണ്ട് ഞാൻ എപ്പം അളിയന്റെ കുടി നിർത്തി. അതൊക്കെ മതി ഇത് കേട്ടാ. നീ ചോദിച്ചില്ലേ, ഈ സംഭവം കൊണ്ട് നിന്റെ അളിയന്റെ കുടി ഞാൻ നിർത്തും. ഇത് വെച്ചെങ്ങനെ കുടി നിർത്തും? ഇതാണ് വിവരക്കേട്. ഇത് വിവരക്കേടല്ലേ, കമ്പല്ലേ? നീ പ്രാന്ത് അഭിനയിക്കണാണ്, അതാ നിനക്ക് ഒറിജിനൽ ആയിട്ട് പ്രാന്ത. നീ എന്നെ വിളിച്ചു വരുത്തി ഇത്ര ആക്കണം. നിനക്ക് എന്തിനാണ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയണേ ചുമ്മാ ആ കമ്പനി ചെറുതാണ്. എടാ നിങ്ങളെ കയ്യിലിരിക്കുമ്പോഴാണ് ഇത് കമ്പ്. ഇത് എന്റെ കയ്യിൽ ഇരിക്കുമ്പോ മാന്ത്രികത ഉണ്ടാവും. എന്റെ കുറെ സംഭവമൊക്കെ ചെയ്ത് ഇവിടെ ഇടുമ്പോ അവന്റെ കുടി നിൽക്കുന്ന 5 മിനിറ്റിനകം
5 മിനിറ്റ് അവൻ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അവന്റെ കൂടി നിൽക്കും. 5 മിനിറ്റ് കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഫലിക്കൂല. 5 മിനിറ്റ് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ 5 മിനിറ്റ് നോക്കാം. അവൻ വരാറായോ? വരുന്നുണ്ട് ചേച്ചി വരുന്നുണ്ട്. എന്തോന്ന്? അല്ല ഇല്ല എന്റെ വള്ളം കൂടി വിട്ടൂലേ. അല്ല ഞാനവിടെ അവിടെ വന്നായിരുന്നു. വന്ന് ഓഫീസിൽ നിന്ന് കഥ പറഞ്ഞ് എം ഡി കാര്യം വരാൻ പറഞ്ഞ് ഞാൻ ആദ്യം പണി ഇങ്ങനെ എടുത്ത് വെച്ചതും പിന്നെ പുള്ളി പറഞ്ഞ് വേണ്ട നാളെ വരാൻ പറഞ്ഞു. ഓ ശരി എന്നാ ശരി ഓക്കെ ശരി. നീ എന്നോട് സംസാരിച്ചാൽ അവനെ പിടിച്ച് അകത്ത് ഓഹോ ഞാൻ കെട്ടിയത് നിന്റെ സഹോദരിയാണ്. ഞാൻ നിന്നെയല്ല കെട്ടിയത്. നീ വിളിക്കുമ്പോ ഞാൻ പറഞ്ഞു നീ ഇങ്ങോട്ട് വാടാ ഇവിടെ വാടാ. ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട്. ഇനി ആകെ 3 മിനിറ്റ് അങ്ങനെ പിടിച്ച് അകത്താക്കാനുള്ള ശ്രമം നടത്താൻ. അതെ എന്റെ അളിയ ആരാന്ന നിന്റെ വിചാരം? പിന്നെ അവൻ 24 മണിക്കൂറും കുടിച്ചോണ്ട് കിടക്കണം അവനെ എനിക്ക് അറിഞ്ഞു. അതല്ലെന്ന് പിന്നെ അളിയൻ പഴയ കളരിയാ. അത് അന്നത്തെ കാലത്ത് 1988 ഇങ്ങനെ ഒരു ചെറിയ അത് പണ്ട് പഴയ ശിഷ്യന്മാരൊക്കെ കൂടുതൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ചെറിയ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. മാറിയില്ലേ ചേച്ചി അസ്ഥി തെറിച്ചു വന്ന് വള്ളയെ കയറും. ഇവ കളരിയൊന്നുമില്ല കേട്ടാ. കളരിയാണെങ്കിൽ പൂഴി കിടക്കൊന്ന് കാണിക്കാൻ പറഞ്ഞു ഇങ്ങോട്ട്. ഇങ്ങനെ വന്ന് ഇങ്ങനെ തിരിഞ്ഞ് വന്ന് തിരിഞ്ഞ് ഇവിടെ വന്ന് തിരിഞ്ഞ് കണ്ണം പറഞ്ഞ് ഊതിര കിടക്കും. അതാണ് അന്നത്തെ എന്റെ സംഭവം. ഞാന് ജംഗ്ഷനിൽ നിന്ന സമയത്ത് നമ്മളെ ഉഷയില്ലേ, പത്മനാഭന്റെ മോള് ഉഷയില്ലേ ജംഗ്ഷനിൽ നിൽക്കുന്നത് നോക്കിയപ്പോ ഒരു 3-4 പേര് അവളെ മാല പൊട്ടിച്ചിട്ട് ഓടുന്നു. ഞാൻ നോക്കിയ ഉഷ ഇങ്ങനെ ഓടുന്നു. യുവന്മാര് മാല പൊട്ടിച്ചോടുന്നു. ഉഷ പുറകെ ഓടുന്നു. നോക്കിയപ്പോഴും മാല പൊട്ടിച്ചിട്ട് ഓടി. മറ്റവന്മാര് സ്ലാബ് ഒക്കെ കടന്നങ്ങ് പോയി. ഈ ഉഷ ഇങ്ങനെ നിൽക്കുന്നു. സ്ലാബല്ലേ ഇവിടെ കുഴിയല്ലേ. ഈ ഉഷ എന്ന് ഇങ്ങനെ ചാടി എങ്ങനെ പിടിക്കാൻ പറ്റൂ? അങ്ങനെ ഇങ്ങനെ കാലെടുത്ത് വെക്കും. ചാടണോ വേണ്ട, ചാടണോ വേണ്ട, ചാടണോ വേണ്ട. അവസാനം ഈ കള്ളന്മാര് മാലയെ കൊണ്ടാക്കി പോയി. ചാടായിരുന്നു. അല്ല എന്തിനാ വെറുതെ ഉഷ ചാടുന്നത്? ചാടേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മളെ പട്ടാളക്കാരൻ തങ്കപ്പയല്ലേ, തങ്കപ്പ തോക്ക് പറ്റിങ്ങനെ വരട്ടെ. തങ്കപ്പ ഇങ്ങനെ വന്ന് നിന്നതും തങ്കപ്പനെ തിരിച്ച് കാർഗിലിട്ട് അങ്ങനെ വിളിച്ചു. തങ്കപ്പൻ തിരിച്ച് അതേപോലെ പട്ടാളക്കാരൻ 1 മിനിറ്റ് പിടിച്ച് കയറ്റാൻ നോക്കണം. അങ്ങനെ അറിയാം. ഈ കള്ളന്മാര് ഈ മാലയെ കൊണ്ട് അങ്ങനെ പോയ സമയത്ത് ഈ ഉഷ ചങ്ങനാശ്ശേരി ബസ്സിൽ കയറി. ബസ് ഞാൻ നോക്കിയാൽ ബസ് ഇങ്ങനെ തിരിക്കണം കേട്ടോ. ചങ്ങനാശ്ശേരി ബസ്സുകൾ എവിടെയെങ്കിലും സൈഡിൽ ഇരിക്കുന്നത്. ചങ്ങനാശ്ശേരി ബസ് ഇങ്ങനെ അല്ല അവിടെ കല്ല് കിടക്കും. അങ്ങനെ ബസ്സിൽ കയറി അങ്ങനെ നിന്ന സമയത്ത് ഇവരെല്ലാം പോവുകയും ചെയ്ത് മാലയും കിട്ടില്ല. കേസുമായി. ഞാൻ പോണു. അല്ല പോലെ 1-ാം തീയതി കാലത്ത് വന്നിട്ട് ചായ കുടിച്ചിട്ട് പോയാൽ മതി. ഞാൻ ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോ അവർ കൈയടിച്ച് വാച്ച് വാങ്ങിയാണ്. വാച്ച് വാങ്ങണ സമയം കഴിഞ്ഞത്. സമയം കഴിഞ്ഞു. ഇവിടെ സമയം എന്തിനാ ഇവന് ഭ്രാന്താണ്. നിങ്ങൾ എന്തിനാ പരസ്പരം ബന്ധമല്ല സംസാരിക്കുന്നത്? വൃത്തിയായിട്ടാണ് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? എടാ നിന്റെ കുടി നിർത്താൻ വേണ്ടി ഞാൻ മന്ത്രവാദം ചെയ്തിട്ടാണ് കുടി നിർത്താൻ വേണ്ടി. ഇന്നത്തോടെ അവന്റെ കുടി നിർത്തിയിട്ടാണ് കാര്യം. അല്ലെങ്കിൽ ഞാൻ ഇന്ന് ജോലി രാജിക്കും. ഇവനെ ഇന്ന് കുടി നിർത്തണം. ഇവനൊരു കാര്യം ചെയ്യും. നമുക്ക് മലയ്ക്ക് വിടാം. 41 ദിവസം വ്രതം എടുത്തവനെ ശബരിമല ഞാൻ മലക്കൂല. ഈ തേങ്ങയല്ലേ, ഈ തേങ്ങയായിട്ട് നീ മലയ്ക്ക് പോകണം. ഈ തേങ്ങ എന്തിനു പോണ്? അതാണ് നിനക്ക് ഈ തേങ്ങയെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത. 41 ദിവസം കഠിന വ്രതം എടുക്കണം. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് ഈ തേങ്ങ വെച്ചോണ്ട് കുളിക്കണം. ഈ തേങ്ങ വെച്ചോണ്ട് ഭക്ഷണം കഴിക്കണം. ഈ തേങ്ങ വെച്ചോണ്ടേ നീ ഉറങ്ങാവും. എന്നിട്ട് 41ാമത്തെ ദിവസം ശബരിമല പോയി ഇത് അടിക്കുന്ന ദിവസം ഇവന്റെ കുടി മാറും. മൊത്തത്തിൽ ചുരുക്കം പറഞ്ഞാൽ ഈ തേങ്ങ അല്ലാതെ നീ പുറത്തു പോലും ഇറങ്ങല്ലേ. 41 ദിവസം നിനക്ക് കഠിന വ്രതം. ഈശ്വര അയ്യപ്പ ഭഗവാനെ നിർത്തിച്ചു തരണേ. മച്ചകത്തമ്മയെ കാൽ തൊട്ടു വന്ദിച്ചു മകനെ തുടങ്ങു നിൻ യാത്ര. മച്ചകത്തമ്മയെ കാൽ തൊട്ടു വന്ദിച്ചു മകനെ തുടങ്ങു നിൻ യാത്ര. ഒരു കാര്യം പറയല, 41 ദിവസം ഇങ്ങനെ മദ്യപിക്കാതിരിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ഈ തേങ്ങ ചെന്ന അടിച്ചിട്ട് വന്നു പറഞ്ഞാൽ പിന്നെ മദ്യം കണ്ടവ കാർക്കിച്ച് തുപ്പും. അതാണ് എന്റെ അളിയ ഇതിനകത്ത് രക്ഷപ്പെടും. എനിക്ക് ഉറപ്പാ. അളിയാ നടയെ ചെന്നുടനെ തന്നെ തേങ്ങ അടിച്ച് പൊട്ടിച്ചോണേ അളിയാ. നന്നായിട്ട് പ്രാർത്ഥിച്ചോണേ. മച്ചകത്തമ്മയെ കാൽ തൊട്ടു വന്ദിച്ചു മകനെ തുടങ്ങു നിൻ യാത്ര. 41 ദിവസം വ്രതം കൊടുത്താണ് അവൻ പോയിരിക്കണേ. തിരിച്ചു മദ്യം കണ്ട അവൻ കാർക്കിച്ചു തുപ്പും. ഇല്ലെങ്കിൽ മന്ത്രവാദം ഞാൻ ഇന്നത്തോടെ നിർത്തും. ചേച്ചി വാ വാ. ഇന്നത്തെ ചേട്ടൻ വരുന്നേ. അളിയ വന്നിട്ടുണ്ട്.
നിനക്കല്ലേ എന്റെ മന്ത്രവാദത്തിനെ പുച്ചു വരുന്ന ഇപ്പൊ നോക്കി അവൻ വന്നു കഴിഞ്ഞാൽ മദ്യം കണ്ട കാർക്കിച്ച് തുപ്പ് നോക്കിയോ വരുന്ന വരവൊന്ന് കണ്ടു നോക്ക് നീ ആദ്യം. വരട്ടടാ വരട്ട്. ഞാൻ കാണിച്ചു തരാം നിനക്ക് ഞാൻ. ദോ വരുന്ന നോക്ക്. അയ്യോ കൂടി നിർത്താൻ പോയിട്ട് തന്നെ ആടി ആടി വരുന്നു. ഇതെന്തുവാ ഇങ്ങനെ? ശരി സാധാരണ എന്റെ തേങ്ങ അങ്ങനെ പറ്റണല്ലോ പിന്നെ എന്താണ് ഈ സംഭവിച്ചെന്താണ് എന്താണ് സംഭവം എന്ത് മനോവിഷമം കൊണ്ട് മനോവിഷമം കൊണ്ടാണ് ഞാൻ മദ്യപിച്ചത്. എന്റെ പൊന്നലി അളിയ മലയ്ക്ക് പോയായിരുന്നോ? മലയ്ക്ക് പോയി. എന്നിട്ടെന്താ ഉണ്ടായേ? ഞാൻ 41 ദിവസം വ്രതം എടുത്ത് ഞാൻ നിങ്ങൾ പറഞ്ഞ 10 എല്ലാം നോക്കി. പക്ഷെ ഞാൻ വ്രതം എടുത്ത് ഞാൻ മലയ്ക്ക് പോയിട്ട് ഞാൻ പ്രാർത്ഥിച്ച് തേങ്ങ അടിക്കുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചു. തേങ്ങ താഴെ പത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചെടുക്കുന്ന സമയത്ത് ഏതോ ഒരു കന്നഡക്കാരനാ തമിഴിനെ ആ തേങ്ങ എടുത്ത് വെച്ച് അടിച്ച് എന്റെ 41 ദിവസത്തെ 10 പോയി എല്ലാം പോയി. ആ മനോവിഷമത്തിലാണ് ഞാൻ മദ്യപിച്ചത്. അത് ശരി അപ്പൊ തേങ്ങ കൊണ്ട് മല കയറിയിട്ടും ഇവൻ മദ്യപാനം നിർത്തില്ല. ഒരു കാര്യം ചെയ് ഇവന്റെ കവളിൽ കൂടെ ശൂലം കയറ്റി നമുക്ക് പളനി വിട്ടാല് എടുക്കൂ പളനി വിടാം. പളനി ക്ഷമിക്കണേ നിന്റെ ഒരു ശൂല എന്റെ അടിമാലിയേ. സാബുചേട്ടാ വന്നു വന്നിട്ടുണ്ടല്ലോ ആ സൂരജിന് തന്നെ ഒരു വിലയില്ലാണ്ടായി. അത് കൂടാണ്ട് നമ്മുടെ സെക്യൂരിറ്റി മുസ്തഫക്കടക്കം നമ്മൾ ഒരു വിലയിലുണ്ടായി. പുച്ഛം ഞാൻ ഒരു SI ക്യാരക്ടർ ചെയ്താൽ ശരിയാവില്ല അല്ലേ? പറയുന്ന നിങ്ങൾക്കും അത്ര യുക്തമായിട്ട് ഞങ്ങള് പ്രതികരിച്ചു. ഒരു പടവും കൂടെ കണ്ടതാ തീവ്രം എന്ന് പറഞ്ഞിട്ട് കണ്ടതല്ലേ? അല്ലേ നന്നായില്ലേ? എനിക്ക് തോന്നുന്നു എനിക്ക് തെളിയിക്കണം എനിക്കൊരു SI ക്യാരക്ടർ ചെയ്യാൻ പറ്റും എന്നുള്ളത് അല്ലേ? അപ്പൊ കിസ്മത്തിന്റെ ടീസർ നമുക്ക് ഇവിടെ കാണിക്കാം. അവന്മാര് കാണട്ടെ അല്ലേ? കിസ്മത്തിന്റെ ടീസർ കാണുകയല്ലേ? ഇട് ടീസർ. 32 ടൈഗർ കോളിംഗ് ഓവർ. ടൈഗർ 32 ആൻസറിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഓവർ സർ. ഇന്നലെ 5 കേസ് റിപ്പോർട്ട് ആയിട്ടുണ്ട്. 2 എന്തൊക്കെ ഞങ്ങളുടെ കയ്യിൽ സാർ ഇന്ന് പൊന്നാനി MS കോളേജിൽ വിദ്യാർത്ഥി സമരം സാർ സ്ട്രെങ്ത് ആയിട്ടുണ്ട്. പൊന്നാനി മുനിസിപ്പാലിറ്റി സമയം അറിഞ്ഞിട്ട് സർക്കാർ ജോലിക്ക് പോകാനൊന്നും ഇവിടെ ഉണ്ടെന്ന് അറിയിക്കണം സാർ. അത് സംഭവം എന്താണ് വണ്ടി വഴി വെച്ചിട്ട് ആരുമില്ല നോക്കാൻ? അവിടെ വെക്കണ്ടെന്ന് പറഞ്ഞാൽ खाना खाओ खाना 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 नहीं चाहिए मुझे. मेरा मोबाइल में चार्ज नहीं है. चार्जर है उधर സാറേ ഇനി കയറിക്കോട്ടെ. താനോടെ പോയിരിക്കടോ. സാർ എത്ര നേരം സാറേ ഞങ്ങൾ വന്നിട്ട്? ഞങ്ങൾക്ക് ശേഷം വന്നൊരു പോയി കണ്ടല്ലോ. വിളിക്കാന്നല്ലേ പറഞ്ഞത്? എന്താണ് ബഹളം? ആരാണോ? സമയമില്ലാത്ത ഒരാൾ വന്നിട്ടുണ്ട്. വിളിക്കട്ടെ. അവനകത്തേക്ക് എങ്ങനെയുണ്ട് സാമ്പിൾ പിടിക്കട്ടെ? എങ്ങനെയുണ്ട്? സൂപ്പർ ആയിരുന്നു. ഇത് CI ആയിരുന്നാലും ഒരു കുഴപ്പമില്ല. ആ മുസ്തഫ കണ്ടായിരുന്നല്ലോ. അത് മുസ്തഫയും സൂരജും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ ചുങ്കത് ജ്വല്ലറിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ കിസ്മത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ അണിയറ പ്രവർത്തകരുമായി നാളെ നമ്മൾ കിസ്മത്ത് വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നു. Until then, bye. Yeah.